വമ്പൻ തോൽവി വഴങ്ങേണ്ടി വന്ന മമതാ ബാനർജിക്ക് ബംഗാളിൽ വീണ്ടും ഒരു വലിയ തോൽവി വഴങ്ങേണ്ടി വന്നിരിക്കുകയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 നിലയിലല്ല 16 നിലയിൽ പൊട്ടിപ്പാളീസായിരിക്കുന്ന മമതാ ബാനർജിക്ക് വീണ്ടും തൻ്റെ ശക്തി കേന്ദ്രത്തിൽ തന്നെ വലിയ തോതിലുള്ള തിരിച്ചടി ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്നു. അതായത് 10-ൽ 7 സീറ്റുകളും BJP വിജയിക്കുന്ന കണക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതും മമതയുടെ ശക്തി കേന്ദ്രത്തിൽ എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് വിശദമായി തന്നെ പറയുകയാണെങ്കിൽ മമതയുടെ ശക്തി കേന്ദ്രത്തിൽ 10-ൽ 7 സീറ്റിലും BJP വീണ്ടും, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിൽ BJP വീണ്ടും വിജയിച്ചിരിക്കുകയാണ്. പശ്ചിമ ബംഗാൾ ഹൈക്കോടതി ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിലാണ് 10 സീറ്റുകളിൽ 7 സീറ്റും BJP നേടിയെടുത്തിരിക്കുന്നത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, ജോയിന്റ് വൈസ് പ്രസിഡന്റ്, ഒരു ജോയിന്റ് സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ BJP നേടുകയുണ്ടായി. ഇത് മമതാ ബാനർജിയുടെ ശക്തി കേന്ദ്രമായ ഇവിടെയാണ് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഹൈക്കോടതി ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ BJP കാവിക്കൊടി ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എല്ലാ രീതിയിലും എല്ലാ തരത്തിലും ബംഗാളിൽ അപ്രത്യക്ഷമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. എല്ലായിടത്തും തോൽവി വഴങ്ങേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറി, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലും കാര്യങ്ങൾ മാറി. അതും 10-ൽ 7 സീറ്റുകളും BJP വിജയിച്ച് കയറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അവിടെയും മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും മമതാ ബാനർജിയുടെ കൈവശത്ത് നിന്ന് ബംഗാൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് BJPയിലേക്ക് എല്ലാ രീതിയിലും എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയാണ് മമതയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഇപ്പോൾ മമതയ്ക്ക് എല്ലാ അർത്ഥത്തിലും തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു റിസൾട്ടിലൂടെ തന്നെ വളരെ വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 10-ൽ 7 സീറ്റുകളും നേടിക്കൊണ്ടാണ് BJP ഇപ്പോൾ എല്ലാ സ്ഥാനങ്ങളും പിടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നതെന്ന് പറയുന്നത് മമതയെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായി തനിക്ക് ഇനി ബംഗാളിൽ ഒരു തരത്തിലും ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കില്ല എന്നും മാത്രമല്ല ഒരു നിലനിൽപ്പ് തന്നെ ഇനി ബംഗാളിൽ ഇല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. ഇങ്ങനെയാണ് പോക്കെങ്കിൽ അവിടെ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു കാര്യം അത് TMC പരിപൂർണമായിട്ട് BJP വിഴുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും നാളിൽ വരും മാസങ്ങളിൽ തന്നെ അത് ഉണ്ടാകുമെന്ന് തെളിയിക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പോക്കെന്ന് എടുത്തു പറയേണ്ടി വരും.